സൈനിക സേവനത്തിന് ശേഷം തിരിച്ചെത്തുന്ന മേജർ കെ അനുരാഗിന് പൗരാവലി സ്വീകരണം നൽകി. കല്യാൺ റോഡ് മഞ്ഞമ്പുതി റെസിഡൻസ് അസോസിയേഷന്റെയും കാഞ്ഞങ്ങാട് സൈനിക കൂട്ടായ്മയും ചേർന്നാണ് സ്വീകരണം നൽകിയത്. മണിപ്പൂർ, ആസാം, ജമ്മു ആൻഡ് കാശ്മീർ തുടങ്ങിയ നിരവധി സംസ്ഥാനങ്ങളിലും കേന്ദ്രങ്ങളിലും സ്തുത്യർഹമായ സൈനിക സേവനത്തിന് ശേഷം നാട്ടിലെത്തിയ മേജർ കെ അനുരാഗിന് പൗരാവലി ഉജ്ജ്വല സ്വീകരണം നൽകി. നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും കൂടിച്ചേർന്നിരിക്കുന്നത് കാഞ്ഞങ്ങാട് സൈനിക കൂട്ടായ്മയുടെ പ്രതിനിധികൾ, അതുപോലെ തന്നെ KL-14 എന്ന കേരളം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്ന സർവീസിലുള്ളവരും വിരമിച്ചവരുടെ ആർമിക്കാരുടെയും നേവിക്കാരുടെയും എയർഫോഴ്സുകാരുടെയൊക്കെ സംഘടന, അതുപോലെ തന്നെ മഞ്ഞമ്പുതി അസോസിയേഷൻ റെസിഡൻസ് അസോസിയേഷൻ്റെ ആൾക്കാരുമാണ് ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. നമ്മളിവിടെ കൂടിച്ചേർന്ന ഉദ്ദേശം എന്ന് പറയുന്നത് 10 വർഷത്തെ സുസ്ഥിരമായ സേവനത്തിന് ശേഷം ഇന്ത്യൻ ആർമി ആർട്ടിലറിയിൽ നിന്ന് വിരമിച്ച മേജർ അനുരാഗന് സ്വീകരണം കൊടുക്കാനാണ്. അദ്ദേഹം കഴിഞ്ഞ 10 വർഷക്കാലം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ സേവനം ചെയ്തു. ആർട്ടിലറി റെജിമെൻറ്റിൽ ലാസ്റ്റിൽ 6 റെജിമെൻറ്റിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ മിലിറ്ററി ഏരിയയിലൊക്കെ തന്നെ സുദീർഘമായ സേവനമനുസരിച്ച് തിരിച്ചു വന്നിട്ടുള്ള മേജർ അനുരാഗനെ നമ്മൾ ആദ്യമായിട്ട് അസോസിയേഷൻ്റെ പേരിലും KL-14 പേരിലും കാഞ്ഞങ്ങാട് സൈനിക കൂട്ടായ്മയുടെ പേരിലും വെൽക്കം ചെയ്യുന്നു. കല്യാൺ റോഡ് മഞ്ഞമ്പുതി റെസിഡൻസ് അസോസിയേഷന്റെയും കാഞ്ഞങ്ങാട് സൈനിക കൂട്ടായ്മയുടെയും നേതൃത്വത്തിലാണ് സ്വീകരണം നൽകിയത്. കല്യാൺ റോഡ് ഉണ്ണിപ്പീടികയിലുള്ള അദ്ദേഹത്തിന്റെ ഭവനത്തിന് സമീപത്ത് വെച്ചാണ് സ്വീകരണം നൽകിയത്. മഞ്ഞമ്പുതി റെസിഡൻസ് അസോസിയേഷനു വേണ്ടി മുൻ കേണൽ P. ദാമോദരൻ, M. വിനോദ്, മധു പൊന്നൻ, K. രവീന്ദ്രൻ എന്നിവരും സൈനിക കൂട്ടായ്മയ്ക്കു വേണ്ടി E. ശശിധരൻ, ജയൻ പൊന്നൻ, V. സുധീഷ്, നാട്ടുകാരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.